ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാൻ ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. 200 ഗ്രാം പനീർ കഷ്ണങ്ങളായിട്ട് കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ടി ഈ മുട്ടയിൽ ടീസ്പൂൺ വേണ്ട, ഒരു 1/2 ടീസ്പൂണോളം ഗാർലിക് പൗഡർ ഇട്ട് കൊടുത്തേ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത്, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തേ. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യേ. അത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടേ. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ. നമ്മുടെ ഈ എണ്ണയൊന്ന് നല്ലതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടേ. ആണെങ്കിൽ നല്ല മിക്സ് ചെയ്ത്, എന്നിട്ട് ഈ പനീറില്ലേ പനീർ ഈ മിക്സിലോട്ടിടേ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് കോൺഫ്ലോർ കുറവാണെങ്കിൽ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തേ. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായി കിട്ടും. നമ്മളെ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഞാൻ ഒരു 3 ബ്രെഡ് എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടേ. ഇനി ഇത് എണ്ണ ചൂടാകട്ടെ. നമ്മുടെ എണ്ണ ചൂടായി. ഈ പനീർ ഇട്ടേക്കുന്ന ഈ മിക്സിയിൽ നിന്ന് ഇതിൽ ഓരോന്നോരോന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതെല്ലാം എടുത്തിടാം. തീരെ കുറച്ചേ ഇട്ട് കൊടുക്കാമല്ലോ കേട്ടെ. ഒരു ഈസി സ്നാക്സ് ആയത്. ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കാം.
അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഒരൊറ്റ ട്രിപ്പിൽ തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റിയേ. കുറച്ചല്ലേ ഉള്ളൂ, 200 ഗ്രാമേ ഉള്ളായിരുന്നു. ഇതൊന്ന് റെഡി ആയിട്ട് നമ്മുടെ ഈ പനീറൊക്കെ തിരിച്ചിട്ട് കൊടുക്കേ. നമ്മൾ ആദ്യമൊക്കെ ഇട്ട് കൊടുത്തത് ഒരു വശം റെഡിയായി. രണ്ടാമത് ഇട്ട് കൊടുത്തേക്കാണ് മൂക്കാതെ കിടക്കുന്നത്, ഫ്രൈ ആവാതെ കിടക്കുന്നത്. ഒരു വശം നല്ല ഫ്രൈ ആയേ. ഇത് മേളെല്ലാം ഒരു വരാന്ന് അകം നല്ല സോഫ്റ്റാണ്. നമ്മൾ ഈ ബ്രെഡിനകത്ത് മിക്സ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെ രണ്ടാമത് പ്രാവശ്യം ഇടുന്നതായി കിടക്കുന്നത്. ചെറിയ തീയിലേ ഇട്ട് കൊടുക്കാമല്ലോ കേട്ടോ. നല്ല ടേസ്റ്റായത്. ഇത് നല്ല രസമായിട്ടായിരുന്നു, അറിയാവോ? നമ്മുടെ പനീർ ഫ്രൈ ഒക്കെ റെഡിയായേ. ഇത് വേറെ പണിയൊന്നുമില്ല, പക്ഷെ തീ കുറച്ച് ഇട്ടേക്കണം. ഞാനിപ്പം ടെമ്പറേച്ചർ കുറച്ചിട്ടേട്ട് അതിനകത്ത് ഒരിത്തിരി ക്ഷമ മതി, ശക്കലൊന്ന്. കാര്യം ഇത് എൻ്റെ നല്ല സോഫ്റ്റാണ് ഇതകത്ത്. പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. ഞാൻ ഇതിനകത്തൊട്ടൊന്ന് എടുക്കട്ടെ, ഞാൻ ഓഫാക്കട്ടെ. ഈ ചൂട്ടിന്ന് നല്ല സോഫ്റ്റ് ഉണ്ടോ? നല്ല സോഫ്റ്റാവുള്ളൂ. ഈ സോസുമായിട്ട് കഴിക്കാം, അടിപൊളി ടേസ്റ്റാണേ. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.